അപകടത്തെ തുടർന്ന് ശരീരം തളർന്നെങ്കിലും പ്രായമായ മാതാവിനെ സംരക്ഷിക്കാൻ മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്ത് നൽകി വരുമാനം കണ്ടെത്തുകയാണ് തൃശൂർ കാരമുക്ക് സ്വദേശി അഖിൽ. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലായതോടെ പ്രതിസന്ധിയിലായ ഇവർക്ക് കൈത്താങ്ങാകുകയാണ് ഒരു കൂട്ടം ആളുകൾ. കൊറോണ സമയത്ത് ജോലി നഷ്ടമായതിനെ തുടർന്നാണ് അഖിൽ നാട്ടിലെത്തിയത്. തുടർന്ന് സുഹൃത്തുമൊത്ത് പെട്ടിവണ്ടിയിൽ മീൻ കച്ചവടം നടത്തി. 3 വർഷം മുമ്പ് നടന്ന ബൈക്ക് അപകടത്തിലാണ് അഖിലിന്റെ ശരീരം പൂർണ്ണമായി തളർന്നത്. പിന്നീട് നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും കാരുണ്യത്തിൽ ചികിത്സ നടത്തി. നിലവിൽ കൈവിരലുകൾ ചെറുതായി അനക്കാൻ സാധിക്കുമെന്ന സ്ഥിതിയിലാണ്. അഖിലിന്റെ അമ്മ അംബുജത്തിന് മകനെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടതിനാൽ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ ഈ അവസ്ഥയിലും നിത്യജീവിതത്തിനുള്ള ചിലവിനായി അഖിൽ മൊബൈൽ റീചാർജിംഗ് ആരംഭിച്ചു. നിലവിൽ 6000 രൂപയോളം അഖിലിന് സ്വന്തം പ്രയത്നത്തിൽ ലഭിക്കുന്നുണ്ട്. മുൻപത്തേക്കാളും കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും എടുത്ത് പറയുന്നത് ഈ ഒരു വീൽ ചെയർ കിട്ടിയപ്പോ തന്നെ എനിക്ക് പുറത്തോട്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇരുന്നുകൊണ്ട് ഒരു ചെറിയൊരു വരുമാന മാർഗം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിൽ മൊബൈൽ റീചാർജും പിന്നെ ലോട്ടറി കച്ചവടമൊക്കെ ഉണ്ട്. അങ്ങനെ എന്നിരുന്നാലും ഈ ഒരു വാടക വീട്ടിൽ നിന്ന് ഇപ്പോ ഈ വീടിന്റെ ഉടമസ്ഥൻ ഒഴിയാൻ പറഞ്ഞുള്ളൊരു അവസ്ഥയാണ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു വീടിന്റെ പുറകുവശത്ത് ഒരു തൊഴുത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത ചെറിയ സ്റ്റോർ റൂമിന് സമാനമായ ഇടത്താണ് നിലവിൽ അഖിലും അമ്മയും താമസിക്കുന്നത്. 2000 രൂപ വാടക കൊടുക്കുന്ന വീട്ടിൽ നിന്നും ഒഴിയണമെന്ന നിബന്ധന വീട്ടുടമസ്ഥർ വെച്ചതോടെ ഈ കുടുംബം പ്രതിസന്ധിയിലായി. ഈ വിഷമഘട്ടത്തിലും അഖിലിന് താങ്ങാവുകയാണ് ഒപ്പമുള്ള സുഹൃത്തുക്കളും നാട്ടുകാരും. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വാടക വീട് എടുത്തു കൊടുക്കുകയും ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വാടക വീട് ഒരു വീടിന്റെ സ്റ്റോർ റൂമിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ വീട് ഒഴിയണമെന്ന് ആ വീട്ടുകാർ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി ആ കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന് ആ അഖിൽ എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങി വീട് പണിയാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും 1 മാസം മുമ്പ് കമ്മിറ്റി കൂടി ഒരു സമ്മാന കൂപ്പൺ പുറത്തിറക്കി ഈ മാസം 31-ന് അതിന് നറുക്കെടുപ്പ് നടത്തി ആ സംഖ്യ കൊണ്ട് ഒരു വീട് പണിയാനും സ്ഥലം വാങ്ങാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. വീട് പണിയാനും സ്ഥലം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുമുള്ള തുകയ്ക്കായി നാട്ടുകാർ സമ്മാന കൂപ്പൺ പുറത്തിറങ്ങി കഠിന പ്രയത്നത്തിനാണ്. ഭവനത്തിനൊപ്പം മനസാന്നിധ്യം നഷ്ടപ്പെടാത്ത അഖിലിന് ഒരു വരുമാന മാർഗവും കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.